ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത. ശ്ലോകം 4-6. ശ്ലോകം 4. നിശ്ചയം നിശ്ചയം ശൃണു മേ മേ തത്ര തത്ര ത്യാഗേ ത്യാഗേ ഭരതസത്തമാ ഭരതസത്തമാ ത്യാഗ ത്യാഗ ഹി പുരുഷവ്യാഘ്ര പുരുഷവ്യാഘ്ര ത്രിവിധ ത്രിവിധ സംപ്രകീർത്തിത. സംപ്രകീർത്തിത. നിശ്ചയം ശൃണു മേ തത്ര ത്യാഗേ ഭരതസത്തമാ ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിത. ത്രിവിധ സംപ്രകീർത്തിത. നിശ്ചയം ശൃണു മേ തത്ര നിശ്ചയം ശൃണു മേ തത്ര ത്യാഗേ ഭരതസത്തമാ ത്യാഗേ ഭരതസത്തമാ ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിത. നിശ്ചയം ശൃണു മേ തത്ര നിശ്ചയം ശൃണു മേ തത്ര ത്യാഗേ ഭരതസത്തമാ ത്യാഗേ ഭരതസത്തമാ ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിത. ത്രിവിധ സംപ്രകീർത്തിത. ഹരേ ഗമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരതസത്തമാ ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിത. പദവിച്ഛേദം. ഭരതസത്തമ, ഹേ ഭരതസത്തമ, തത്ര ത്യാഗേ, ആ ത്യാഗ വിഷയത്തിൽ, മേ എന്റെ, നിശ്ചയത്തെ, ശൃണു നീ ശ്രവിക്കൂ, പുരുഷവ്യാഘ്ര ഹേ പുരുഷവ്യാഘ്രമേ, അഭി ത്യാഗം, ത്രിവിധ മൂന്ന് വിധത്തിലാണെന്ന്, സംപ്രകീർത്തിത കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. വിവർത്തനം. ഹേ ഭാരതശ്രേഷ്ഠ, ത്യാഗത്തെക്കുറിച്ച് എന്റെ വിധി നിർണയം കേൾക്കൂ. പുരുഷവ്യാഘ്രമേ, ത്യാഗം മൂന്ന് വിധമെന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ പ്രസ്താവിച്ചിട്ടുള്ളത്. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുമാ മഹാരാജിക്ക് ജയ്. ത്യാഗത്തെപ്പറ്റി അഭിപ്രായങ്ങൾ പലതുമുണ്ട്. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വാഭിപ്രായം വെളിപ്പെടുത്തുന്നത് കൊണ്ട് അതുതന്നെ അന്തിമമായി എടുക്കണം. ഭഗവത് നിശ്ചിതങ്ങളായ വിവിധ നിയമങ്ങളാണല്ലോ വേദങ്ങൾ. ഇവിടെ ഭഗവാൻ സന്നിഹിതനായിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ വാക്കുകൾ അന്തിമമായി കരുതണം. പ്രകൃതിയുടെ ത്രിഗുണത്തെ അടിസ്ഥാനപ്പെടുത്തി എപ്രകാരമാണോ ത്യാഗപ്രക്രിയ നടക്കുന്നത് അപ്രകാരം തന്നെ വേണം അതിനെ വിലയിരുത്താൻ എന്നാണ് ഭഗവത് മതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്ലോകം 5. യജ്ഞ ദാനം തപ കർമ്മ യാജ്യം കാര്യം ഏവ തത് യജ്ഞ ദാനം തപ ച ഏവ പവനാനി മനീഷിണാം. യജ്ഞദാന തപ കർമ്മ ന ത്യാജ്യം കാര്യമേവ തത്. യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. യജ്ഞദാന തപ കർമ്മ ന ത്യാജ്യം കാര്യമേവ തത്.
न त्याज्यं कार्यमेव यज्ञोदानं तपश्चैव यज्ञोदानं तपश्चैव पावनानि मनीषिणाम् पावनानि मनीषिणाम् यज्ञदानतपः कर्म यज्ञदानतपः कर्म न त्याज्यं कार्यमेव तत् कार्यमेव यज्ञोदानं तपश्चैव यज्ञोदानं तपश्चैव पावनानि मनीषिणाम् पावनानि मनीषिणाम्। हरे कृष्ण। गीतमाजी गीतारामचंद्रन। हरे कृष्ण। यज्ञदान तपः कर्म न त्याज्यं कार्यमेव तत् यज्ञोदानं तपश्चैव पावनानि मनीषिणाम्। യജ്ഞദാന തപകർമ്മ യജ്ഞം ദാനം തപസ് എന്നിവയുടെ അനുഷ്ഠാനമായ കർമ്മം ന ത്യാജ്യം ത്യാജ്യമല്ല തത് അത് കർമ്മം കാര്യമേവ ചെയ്യപ്പെടേണ്ടതു തന്നെ യജ്ഞഃ യജ്ഞവും ദാനവും തപ ഏവച തപസ്സും മനീഷിനാം മനീഷികൾക്ക് പാവനാനി പാവന കരങ്ങളാകുന്നു. യജ്ഞം ദാനം തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നവയാണവ മൂന്നും. ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ കി ജയ്. മനുഷ്യ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാവണം യോഗികളുടെ പ്രവൃത്തികൾ. മനുഷ്യന് ആത്മീയോത്കർഷത്തിനായി ചെയ്യേണ്ടുന്ന ശുദ്ധീകരണ പ്രക്രിയകൾ പലതുണ്ട്. അവയിലൊന്നത്രേ വിവാഹം. അതിനെ വിവാഹയജ്ഞം എന്ന് പറയും. കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിച്ചു സന്യാസിയായ ഒരാൾക്ക് വൈവാഹിക കർമ്മത്തെ പ്രോത്സാഹിപ്പിക്കാമോ? മാനുഷിക ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് നിർവഹിക്കുന്ന ഏത് യജ്ഞവും ത്യാജ്യമല്ലെന്നാണിവിടെ ഭഗവാൻ പറയുന്നത്. മനുഷ്യ മനസ്സിനെ നിയന്ത്രിച്ച് ആത്മീയ പുരോഗതിക്ക് സഹായകമാകത്തക്കവണ്ണം അതിനെ ശാന്തമാക്കാനുള്ള യജ്ഞമത്രേ വിവാഹ സംസ്കാരം. സന്യാസികൾക്ക് പോലും അധികമാളുകളെയും വിവാഹയജ്ഞം നടത്താൻ പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. സന്യാസികൾക്ക് സ്ത്രീ സംഘം നിഷിദ്ധമാണെങ്കിലും അതിനു മുമ്പുള്ള ആശ്രമങ്ങളിൽപ്പെട്ട ഒരു യുവാവിന് വിവാഹ ജീവിതം അരുതെന്ന് വരുന്നില്ല. വിധിവിഹിതങ്ങളായ യജ്ഞങ്ങളെല്ലാം ഭഗവത് പ്രാപ്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളവയാണ്. ആദ്യാശ്രമങ്ങളിൽ തന്നെ അവയെ ത്യജിക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ദാനവും ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്. അർഹരായവർക്ക് ചെയ്യുന്ന ദാനം മുമ്പ് പറഞ്ഞതുപോലെ ആധ്യാത്മികോന്നതിയിലേക്ക് വഴിവെക്കും. ഹരേ കൃഷ്ണ. ശ്ലോകം 6. ഏതാനി കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനി ഇതി മേ പാർത്ഥ നിശ്ചിതം മതം ഉത്തമം. ഏതാന്യപി തു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. ഏതാന്യപി തു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. ഏതാന്യപി തു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം.
നിശ്ചിതം മതമുത്തമം. ഹരേ കൃഷ്ണ. ശൈലജമാതി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതാനപി തു കർമാണി സംഗം ത്യക്താ ഫലാനി ച കർത്തവ്യാനി ധീമേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. ഭാവാർത്ഥം. അഭിതു എന്നാൽ പാർത്ഥ, ഹേ പാർത്ഥ, ഏതാനി കർമാണി ഈ കർമ്മങ്ങളെ, സംഘം സമ്പർക്കത്തെയും, ഫലാനിച്ച ഫലത്തെയും, ത്യക്ത ത്യജിച്ചിട്ട്, കർത്തവ്യാനി കർത്തവ്യങ്ങൾ എന്ന് കരുതി ചെയ്യണം. ഇതി എന്നാണ് മേ എൻ്റെ, നിശ്ചിതം നിശ്ചിതമായ, ഉത്തമം മതം ഉത്തമാഭിപ്രായം, വിവർത്തനം ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. ഇതാണ് എൻ്റെ അന്തിമമായ അഭിപ്രായം. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീ ശീല പ്രഭുപാദ് കി ജയ്. എല്ലാ യജ്ഞങ്ങളും പവിത്രമാക്കുന്നവ തന്നെ, എങ്കിലും ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ആവരുത് അവയുടെ അനുഷ്ഠാനം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഭൗതിക ജീവിതത്തിന്റെ ഔന്നത്യത്തിനു വേണ്ടി ചെയ്യുന്ന യജ്ഞങ്ങൾ ത്യജിക്കണം. ജീവിതത്തെ പവിത്രീകരിച്ച് ആത്മീയതയിലേക്ക് ഉയർത്തുന്നവയെ ഉപേക്ഷിച്ചുകൂടാതാനും. കൃഷ്ണാവബോധത്തിലേക്ക് നയിക്കുന്ന ഏത് കർമ്മത്തെയും പ്രോത്സാഹിപ്പിക്കണം. ഭക്തിയുത ഭഗവത് സേവനത്തിലേക്ക് നയിക്കുന്ന ഏത് കർമ്മവും സ്വീകാര്യമെന്ന് ശ്രീമദ് ഭാഗവതം ഘോഷിക്കുന്നു. ഇതാണ് ധർമ്മത്തിന്റെ മികച്ച മാനദണ്ഡം. ഭക്തിയുത ഭഗവത് സേവനത്തിന് സഹായകമാകാവുന്നത് എന്തും, യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും ഒരു ഭക്തന് സ്വീകാര്യമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനദിവനാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനേ. ശ്രീവാഷവാനവി ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജലപ്രേമാഢ്യാരൂപാനുഗാ ഭക്തിദാം ഗൗരഗുണാശക്തിവിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗാ വിരുദ്ധപസിദ്ധാന്തദ്വാന്തഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജേ തേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ തേ. ഗൗരാവിർഭവഭൂമേസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയാ വൈഷ്ണവസാർവഭൗമോ ശ്രീജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവാ ഗോപാല ഭട്ട ദാസ രഘുനാഥ. യച്ചായ ഘോഷായ പുരിചരൺ ബന്ധൻ ജഹാ മോത വിഘ്നാനാശ അഭീഷ്ടപൂരൻ. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗൗരത്വിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിയം. ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. ജയതാം സൃതോപങ്കോർമമ മന്ദമതീർഗതി മത്സർവസ്വപദാംബോജോ രാധാ മദനമോഹനോ. ദിവ്യാവൃന്ദാരണ്യകൽപദ്രുമദാം ശ്രീമദ്രത്നാകരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവ പ്രേഷ്ഠാലിവിസേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭി വംശീവടത്തടസ്ഥിതഃ
कर्षन्वेणुस्वनैर्गोपी गोपीनाथश्रियेतुनां तताञ्जनगौराङ्गी राधे वृन्दावनेश्वरी ऋषभानुसुदे देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्ण कृष्णा कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्णा हरे हरे, हरे राम 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 हरे हरे। निश्चयं शृणु मे तत्र त्यागे भरतसप्तमा त्यागो हि पुरुषव्याघ्रा त्रिविधा संप्रकीर्तिता। ഹേ ഭാരതശ്രേഷ്ഠ, ത്യാഗത്തെക്കുറിച്ച് എൻ്റെ വിധി നിർണയം കേട്ടു. പുരുഷവ്യാഘ്രമേ, ത്യാഗം 3 വിധമെന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. അവസാനത്തെ അധ്യായം സന്യാസത്തിന് പരിപൂർണത, മോക്ഷയോഗ എന്ന് പല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇതുവരെ പറഞ്ഞ എല്ലാ യോഗങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു സമ്മറി എന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. ഇത് 2-ാം അധ്യായം ഞാൻ എന്താ പറയാൻ പോകുന്നത് എന്ന് ചുരുക്കി പറഞ്ഞു പോകാൻ, അതിനുശേഷം 3 മുതൽ 17 വരെ അധ്യായങ്ങൾ ഇതെല്ലാം വിസ്തരിച്ച് പറഞ്ഞു. അപ്പോൾ ഇതൊരു നല്ലൊരു സ്പീക്കറുടെ, നല്ല റൈറ്ററുടെ ഒരു വിഷയമാണ്. ആദ്യം താൻ എന്താ പറയാൻ പോകുന്നു എന്ന് അതിനെക്കുറിച്ച് ചെറുതായിട്ട് പറയും, പിന്നെ അത് വിസ്തരിച്ച് പറയും, പിന്നെ താൻ എന്താണ് ഇതുവരെ പറഞ്ഞത് ഒരു കൺക്ലൂഷൻ എന്ന പോലെ വീണ്ടും അത് ആവർത്തിക്കും. അപ്പോൾ 18-ാം അധ്യായം പറഞ്ഞ സമ്മറിയാണ്, എല്ലാ യോഗങ്ങളുടെയും എല്ലാത്തിൻ്റെയും സമ്മറിയാണ്. തുടക്കം അർജുനൻ്റെ ചോദ്യമാണ്, സന്യാസമാണോ, സന്യാസം എന്താണ്, ത്യാഗം എന്താണ്, ഇതറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ സന്യാസം സാധാരണ സന്യാസികളാണ് സന്യസിക്കുക, സംന്യസിക്കുക, അതായത് റിനൗൺസ് ചെയ്യുക, അത് വേണ്ടെന്ന് വയ്ക്കുക, ത്യജിക്കുക. വേണ്ടെന്ന് വയ്ക്കുക എല്ലാ കർമ്മങ്ങളും ഇനി താൻ ചെയ്യേണ്ട കാര്യമില്ല, കർമ്മങ്ങൾ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് കർമ്മങ്ങൾ മുഴുവൻ ത്യജിക്കുക, സന്യസിക്കുക എന്നാണ് പറയുന്നത്. ഇത് സാധാരണ ജ്ഞാനയോഗികൾ അവരുടെ മാർഗമാണ്. ജ്ഞാനയോഗി അവർ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട്, കർമ്മം മുഴുവൻ ഒഴിവാക്കിയിട്ട് അക്ഷർ ബ്രഹ്മത്തിൽ അവരെ എന്താ പറയുക, മനനം ചെയ്യും. ഇത് അവരുടെ പ്രോസസ്സാണ്, യോഗമാണ് അവരുടെ. അതേസമയം ത്യാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മം ചെയ്യുന്നു, കർമ്മത്തിൻ്റെ ഫലം ത്യജിക്കുന്നു, അല്ലെങ്കിൽ കർമ്മഫലത്തിനുള്ള ആഗ്രഹം, ഡിസയർ ഫോർ ദ ഫ്രൂട്ട്സ് ഓഫ് കർമ്മ, എന്നാൽ മാത്രമേ അത് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് കർമ്മഫലം ത്യജിക്കാൻ കഴിയുള്ളൂ. അതിൽ തന്നെ നമുക്ക് അതിൻ്റെ ഡിസയർ ഉണ്ടാകാൻ പാടില്ല. കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലത്തിനുള്ള ആഗ്രഹം ഒഴിവാക്കിയാലേ കർമ്മഫലം നമുക്ക് ത്യജിക്കാൻ കഴിയും. അപ്പോൾ അതാണ് പ്രധാനം. അതേപ്പറ്റി പിന്നീട് വരും. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കർമ്മയോഗവും ജ്ഞാനയോഗവും ആണ്. ത്യാഗം എന്നുള്ളത് കർമ്മയോഗത്തിൻ്റെ ഭാഗമാണ്, സന്യാസം എന്നുള്ളത് ജ്ഞാനയോഗത്തിൻ്റെയാണ്. അപ്പോൾ നമുക്കറിയാം 3-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും അർജുനൻ ചോദിക്കുന്നുണ്ട്, 3-ാം അധ്യായത്തിൽ ഉപദേശിച്ച് ചോദിക്കുന്നുണ്ട്, അങ്ങനെ കർമ്മയോഗത്തിനേക്കാൾ ശ്രേഷ്ഠം ജ്ഞാനയോഗമാണ് എന്ന് അങ്ങ് പറയുകയാണെങ്കിൽ, അങ്ങ് അഭിപ്രായമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നെ ഈ ഭയാനകമായ കർമ്മം ചെയ്യിക്കാൻ നിർബന്ധിക്കുന്നു എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. 5-ാമതെത്തിയപ്പോൾ ഈ രണ്ടും ഒന്നാണെങ്കിൽ കൃത്യമായിട്ട് ഏതാണ് തമ്മിൽ ഭേദം, കുറച്ചും നല്ലത് ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നേരിട്ട് കർമ്മയോഗമാണോ ജ്ഞാനയോഗമാണോ നല്ലത് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവിടെ കുറച്ച് വ്യത്യാസമായ രീതിയിൽ ചോദിക്കുന്നു. സന്യാസമാണോ ത്യാഗമാണോ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്, ഡീറ്റെയിൽഡ് അറിയണം എന്ന് അർജുനൻ ചോദിക്കുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ബാക്കിയുള്ള ശ്ലോകങ്ങൾ, അത് ഇതുവരെയുള്ള ശ്ലോകങ്ങൾ എങ്ങനെയാണ്. ഭഗവാൻ കാമ്യാനം കർമ്മണാം ന്യാസം സന്യാസോ കവയോ സർവധർമ്മ ഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണ. കാമ്യമായ കർമ്മങ്ങൾ,
അപ്പോൾ ഇവിടെയും സന്യാസിമാര് നിത്യകർമ്മം ചെയ്യണം എന്ന രീതിയിലാണ് ഭഗവാൻ പറയണം. മുഴുവൻ ഒഴിവാക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ശരീരം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം. മൂന്നാം അധ്യായത്തിലെ 5-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ടത് ശരീരാത്രാഭി അത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തേത് 5-ാം ശ്ലോകമാണ്. സോറി 8-ാമത്തെ ശ്ലോകം. നീതം ഗുരു കർമ്മത്വം കർമ്മജ്യായോ ഹി അകർമ്മണ ശരീരയാത്രാഭി ചതേ ന പ്രസിദ്ധി അകർമ്മണ. നീതകർമ്മം ചെയ്യണം, ചെയ്യാതിരിക്കരുത്. അതിനേക്കാൾ നല്ലത് ചെയ്യുകയാണ്. ശരീരയാത്രാഭി, ശരീരം സൂക്ഷിക്കണമെങ്കിൽ, ശരീരം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പോലും നീ കർമ്മം ചെയ്യേണ്ടി വരും. സ്വന്തം ശരീരം നിലനിർത്താനായിട്ടുള്ള കർമ്മം ചെയ്യണം എന്നറിഞ്ഞ് ഭഗവാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് കാമ്യകർമ്മങ്ങൾ ഒഴിവാക്കാനാണ് അവിടെ പറയുന്നുള്ളൂ. അത് ഉപേക്ഷിക്കുന്നത് അത് മോഹം കൊണ്ട്, അത് തമോ ഗുണത്തം കൊണ്ടാണെന്ന് 8-ാം ശ്ലോകത്തിൽ പറയും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യില്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഒരു ജ്ഞാനം കുറവ് കൊണ്ടാണ്. ജ്ഞാനം കുറവുള്ളത് തമോ ഗുണത്തിൻ്റെ ഭാഗമാണ് എന്ന് 8-ാം ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു ചെറിയ തർക്കമുണ്ട്. സാങ്ഖ്യൈറ്റ്സും ജൈമിനി പോലത്തെ ആൾക്കാരും കൂടി ഇതിലുള്ള ഒരു വ്യത്യാസമുണ്ട്. സാങ്ഖ്യൈറ്റ്സും സാങ്ഖ്യയോഗം ചെയ്യുന്ന ആൾക്കാർ, അത് കപിലമുനി, പണ്ടത്തെ കപിലമുനി, നമ്മുടെ ശ്രീമദ് ഭാഗത്ത് കപിലമുനിയല്ല. ഇത് വേദവ്യാസനൊപ്പമുണ്ടായ 6 കമ്പാട്രിയേറ്റ്സ് അതിലൊരാളായിരുന്നു കപിലമുനി. ശീലപ്രബോധ ഇമ്പോസ്റ്റർ കപിലമുനി പറയുന്നത് തന്നെ. ഒറിജിനൽ കപിലമുനി എന്ന് പറഞ്ഞ ഭഗവാന്റെ അംശമാണ്. ശ്രീമദ് ഭാഗത്തിലെ 3-ാം സ്കന്ധത്തിൽ മുഴുവൻ ഉടനീളം പറയുന്ന ആള് കപിലദേവ. ആ അദ്ദേഹത്തെ സാഖ്യയോഗം എന്ന ഭക്തിയോഗമാണ്. എന്നാൽ ഈ കപിലനുള്ള സാഖ്യയോഗം പുതിയ സാഖ്യയോഗമായിട്ട് കണക്കാക്കുന്നത് ഇത് എയ്തിസ്റ്റിക് ആയിട്ടുള്ള ഒരു യോഗമാണ്. പ്രകൃതിയാണ് എല്ലാത്തിനും മൂലകാരണം എന്ന രീതിയിലാണ് അദ്ദേഹം സാഖ്യം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അവരെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ദോഷം ത്യാജ്യം ദോഷവിധേ കർമ്മ പ്രാഹുർ മനീഷണ. ദോഷവത്യേക, ദോഷമാണ് അല്ലെ കർമ്മം സിൻഫുൾ ആണ്, പാപം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളിലും പാപമുണ്ട്. 48-ാം അധ്യായത്തിൽ പറയും സഹജം കർമ്മകൗന്ദേയ ന ത്യജേ എന്ന് പറയുന്നുണ്ട്. പതിനെട്ടാം അധ്യായത്തിൽ തന്നെ 48-ാമത്തെ ശ്ലോകത്തിൽ വേണ്ട സഹജം കർമ്മകൗന്ദേയ സദോഷമവി ന്യത്യജേത്. ദോഷങ്ങൾ കർമ്മത്തിനൊപ്പമുള്ളതാണ്. ഏത് കർമ്മമായാലും ശരി അത് ദോഷമുണ്ട്. സന്യാസിമാരുടെ കർമ്മമായാലും ശരി, ക്ഷത്രിയന്മാരുടെ കർമ്മമായാലും ശരി, വൈശ്യയുടെ കർമ്മമായാലും ശരി, അതിലെല്ലാം കർമ്മങ്ങളുടെ ദോഷമുണ്ട് എന്ന് വെച്ചിട്ട് അത് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഇവർ പറഞ്ഞു ഉപേക്ഷിക്കണം. കാരണം അത് മാഹിംസ സർവഭൂതാൻ എന്ന് പറയും. സകല കർമ്മത്തിനും ദോഷമുണ്ട്, ഏതെങ്കിലും ഹിംസ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കർമ്മം ഉപേക്ഷിക്കണം. യജ്ഞം ചെയ്യാനുള്ള സാമഗ്രികൾ ഉണ്ടാക്കാൻ പാപമുണ്ട്. ഇപ്പോൾ നമ്മൾ തേൻ എന്ന് പറയുമ്പോൾ തേൻ ഭാഗമാണ്. തേൻ നമുക്കറിയാം, തേനീച്ചരെയും കൊന്നിട്ട് അങ്ങനെയൊക്കെയാണ് സംഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലും ദോഷമുണ്ട്. അതുകൊണ്ട് അത് ത്യജിക്കണം, എല്ലാ കർമ്മവും ത്യജിക്കണം എന്ന് വേണം എന്ന് കപിലിൻ്റെ നേതൃത്വത്തിലുള്ള സാഖ്യയോഗികൾ പറയുന്നുണ്ടെങ്കിൽ, ജൈമിനിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല, ഉപേക്ഷിക്കാൻ പാടില്ല. വേദങ്ങൾ പറഞ്ഞ യജ്ഞങ്ങളാണത്. വേദങ്ങൾ പറഞ്ഞ യജ്ഞങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ
അതിൽ പാപം നമ്മളെ ബാധിക്കുന്നില്ല, പാപം തീണ്ടുന്നില്ല. പാപമുണ്ടെങ്കിൽ ശരി, അതിൽ അല്ലെങ്കിൽ വയലൻസ്, ഹിംസ ഉണ്ടെങ്കിൽ പോലും അത് വേദങ്ങളുടെ ദ്വേഷങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് അതിലൊരിക്കലും പാപം ഉണ്ടാവില്ല. അത് ധർമ്മം തന്നെയാണ്, അധർമ്മമല്ല എന്നവർ ഭാഗം പറയുന്നുണ്ട്. ഇപ്പോൾ വേദങ്ങൾ പറയുന്ന മാഹിംസ സർവഭൂതാനി എന്നുള്ളതൊക്കെ യജ്ഞങ്ങൾ ഒഴിവാക്കിക്കൊണ്ടല്ലേ, യജ്ഞങ്ങളല്ലാത്ത സമയത്ത് ഒരു ഹിംസിക്കുമ്പോഴാണ്. യജ്ഞത്തിൽ ഒരു ഹിംസ നടക്കുകയാണെങ്കിൽ അതിന് പാപമില്ല. യജ്ഞം ചെയ്യാണ്ട സമയത്ത് നമ്മൾ ഏതെങ്കിലും ഹിംസം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞ ബാധകമാണ്. ഈ മാഹിംസ സർവഭൂതാനി, ഒരു കാലത്തും ഒരു ജീവിയെ ഹിംസിക്കരുത് എന്നുള്ള യജ്ഞത്തിന് ബാധകമല്ല, പക്ഷേ യജ്ഞത്തിന് പുറത്ത് ബാധകം. അപ്പോൾ കൃഷ്ണനത്തെ കുറച്ച് വ്യക്തമാക്കാനല്ല. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരസത്തമ ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധ സമ്പത്തി. 3 തരത്തിലുള്ള 3 വിധമാണ് ത്യാഗം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പുതിയ 3 വിധം പറയുമ്പോൾ അത് തമോ ഗുണത്തിലും അല്ല സത്വ ഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ചെയ്യുന്ന ത്യാഗം എന്ന രീതിയിൽ പറയുന്നുണ്ട് പൊതുവെ നമ്മൾ ആചാര്യന്മാരെല്ലാം. പക്ഷെ ശ്രീ രാമാനുജാചാര്യ വേറെ ആ യജ്ഞം തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ യജ്ഞം തന്നെ അതിൻ്റെ 3 തരത്തിലുള്ള ദൃഷ്ടികോണിൽ നിന്ന് അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണ് ത്യാഗം എന്നുള്ളത്. ഇപ്പം നമ്മൾ തപസ്സിനെ പറ്റി പറയുമ്പോൾ പഠനത്തെ തപസ്സിനെ പറ്റി 3 വിധത്തിൽ തപസ്സെന്ന് പറയും. ആ 3 വിധത്തിൽ തപസ് എന്താണ്? ഒന്ന് ശരീര സംബന്ധമായിട്ടുള്ള, രണ്ടാമത് വാക് സംബന്ധമായിട്ടുള്ള, മൂന്നാമത് മനസ്സംബന്ധമായിട്ടുള്ള. എന്നിട്ട് ആ കാര്യങ്ങൾ സത്വഗുണികൾ, രജോ ഗുണികൾ, തമോ ഗുണികൾ അത് അവർ ചെയ്യുമ്പോൾ അവരെങ്ങനെ ഏത് ദൃഷ്ടികൾ കൂടി ചെയ്യുന്നു, എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, അത് 3 തരത്തിലായിട്ടുള്ള 3 ഗുണങ്ങൾ വഴി വിവരിക്കുന്നുണ്ട്. പക്ഷേ തപസ് ഇറ്റ്സെൽഫ് ആസ് ഇറ്റ് ഈസ് അത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ത്യാഗവും 3 ദൃഷ്ടികളിൽ കൂടെ പറയുന്നുണ്ട്. ഒന്ന് ഫ്രൂട്ട്സ്, കർമ്മം ചെയ്യാൻ ഫലം, കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലം, അതൊരു ഭാഗം. പിന്നെ കർമ്മം തന്നെ, ചെയ്യുന്ന കർമ്മമാണ്. മൂന്നാമത് കർമ്മത്തിൻ്റെ ഏജൻസി. ഇത് 3 തരത്തിലാണ് ത്യാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഫ്രൂട്ട്സ്? ഈ ഫ്രൂട്ട്സ് ഫലങ്ങൾ എനിക്ക് വേണം. അതിന് നമ്മളെന്താ പറയുന്നത്? ഭോതൃത്വം. അപ്പോൾ ഈ 3 തരത്തിലുള്ള കാര്യങ്ങൾ മൂന്നാം അധ്യായത്തിന് 30-ാം ശ്ലോകത്തിൽ വേണ്ട സ്ഥാനി സർവാണി കർമാണി മൈ സന്യസ്യ അധ്യാത്മചേതസ നിരാശി നിർമ്മമോ ഭൂത്വ യുദ്ധ്യസ്വ വിഗതജ്വര. സകല കർമ്മങ്ങൾ എനിക്ക് തിരിച്ചുകൊണ്ട് ആധ്യാത്മിക ചേതസ, മൈൻഡ് കോൺസെൻട്രേറ്റിംഗ് ഓൺലി ഓൺ സെൽഫ്, ആത്മാവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സകല കർമ്മങ്ങളും ഭഗവാന് വേണ്ടി ത്യജിക്കുക. നിരാശി വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളില്ല, ഡിസയർ എന്ന ഡിസയർ ഫോർ ഫ്രൂട്ട്സ്, കർമ്മം ചെയ്യുന്നതിൻ്റെ ആ ഫലങ്ങൾ. അപ്പോൾ എങ്ങനെ നമുക്ക് ത്യജിക്കാം? ഈ പറയുന്ന സ്വർഗവും ഈ പറഞ്ഞ മഹത്തായ കാര്യങ്ങളും എൻ്റേതല്ല. ഈ പറഞ്ഞ സ്വർഗകാംക്ഷിയാണല്ലോ. സകാമമായ കർമ്മം ചെയ്യുന്ന ആൾക്കാർ സ്വർഗകാംക്ഷിയാണ്. അപ്പം എങ്ങനെ നമ്മൾ ഉപേക്ഷിക്കും? ഈ പറഞ്ഞ സ്വർഗം എൻ്റേതല്ല. കാരണം ആരുടേത്? ആരുണ്ടാക്കിയതാണ്? ഭഗവാനെയാണ്. അത് കാരണം ഈ സ്വർഗം എൻ്റേതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ സ്വർഗം പറഞ്ഞാൽ എൻ്റേതല്ല. അപ്പോൾ അവിടെ ആ ഡിസയർ, ഫലത്തിനുള്ള ഡിസയർ ഇല്ലാണ്ട്. പിന്നെ കർമ്മ ഇറ്റ്സെൽഫ്, ആക്ഷൻ ഇറ്റ്സെൽഫ് എന്താണ്? എൻ്റെ ആക്ഷനാണത്. ഞാൻ വഴി ഈ ഫലങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ഫലങ്ങൾ എനിക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആക്ഷന് തന്നെ അവർ ആ തരത്തിലുള്ള ആ ആംഗിൾ കൂടെ ആക്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. മൂന്നാമത് എന്താണ്? ആക്ഷൻ ഏജൻസി. അത് നമ്മൾ കർത്തൃത്വം എന്ന് പറയും.
ഞാനാണ് ഇത് ചെയ്യുന്നത്, അവിടെ അഹങ്കാരം, ഞാനാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള ത്യാഗം. ഇത് 3 ഉപേക്ഷിക്കാനാണ്. ഇത് 3 എങ്ങനെ മനസ്സിലാക്കുന്നു, 3 ഗുണങ്ങൾപ്പെട്ട ആൾക്കാരെ എങ്ങനെ ഇത് മനസ്സിലാക്കുന്നു, അതനുസരിച്ച് അവരെങ്ങനെ ത്യാഗം ചെയ്യുന്നു, ഇതാണ് പ്രധാനം. അപ്പോൾ ത്യാഗം ഇറ്റ്സെൽഫ് 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഭഗവാൻ ഇവിടെ ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മൈ സന്യാസ സർവാണി, ഇത് എൻ്റെതല്ല, റിഡൻസേഷൻ ഓഫ് ഏജൻസി ഓഫ് വൺസെൽഫ് ബൈ എസ്റ്റാബ്ലിംഗ് ദ ഏജൻസി ടു ദ സുപ്രീം. എല്ലാത്തിൻ്റെ അവസാനം അത്യന്തികമായി എല്ലാ കർമ്മത്തിൻ്റെ ഏജൻസി ഭഗവാൻ തന്നെയാണ്. 14-ാം ശ്ലോകത്തിൽ വീണ്ടും പറയുന്നുണ്ട്, അടിസ്ഥാനം തഥാകർത്ത കരണം ച പൃഥക് വിധം വിവിധേശ്ച പൃഥക് ശ്രേഷ്ഠാഹ ദൈവം ച തത്പഞ്ചമം. 5 കാര്യങ്ങളിൽ ദൈവമാണ് പ്രധാനം. കാരണം ദൈവത്തിൽ നിന്നാണ് എല്ലാം വരുന്നത്. ദ എനർജി, ദ ഫെസിലിറ്റീസ്, എവറിഥിങ് ഈസ് അക്രൂയിങ് ഫ്രം എമിനേറ്റിംഗ് ഫ്രം കൃഷ്ണൻ നിന്നാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഈ കർമ്മം ആക്ച്വലി ഭഗവാന്റെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ആ സ്വേച്ഛ മാത്രമേ വരുന്നുള്ളൂ അവിടെ. അല്ലെങ്കിൽ കർമ്മങ്ങൾ അല്ലെങ്കിൽ ഗുണം ഇതാണ്, അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ നമ്മുടെ ഇതാണെന്ന് കൃത്യമാണ് ചിന്തിക്കും. അപ്പോൾ അവിടെയാണ് സത്വഗുണത്തിലേക്ക് ആൾക്കാരുടെ പ്രാധാന്യം എവിടെ വരുന്നത്. സത്വഗുണത്തിലുള്ള ആൾക്കാർ വേദങ്ങളിൽ പറയുന്ന നിഷ്ഠകളും ചിട്ടകളും അതിൻ്റെ ഉദ്ദേശ്യങ്ങളും പൂർണ്ണമായിട്ട് ഗ്രഹിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുക. ഒരു കർമ്മത്തിൻ്റെ ഫലം ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന കർമ്മം ഒന്ന് തന്നെയായിരിക്കാം. സത്വഗുണത്തിൽപ്പെട്ട ആളും രജോ ഗുണത്തിൽപ്പെട്ട ആൾക്കാരും തമോ ഗുണത്തിൽപ്പെട്ട ചെയ്യുന്ന കർമ്മം ഒന്ന് തന്നെയാണെങ്കിൽ ശരി, ആ കർമ്മത്തിന് പിന്നിലുള്ള പർപ്പസ്, ഉദ്ദേശം എന്താണ്, അതനുസരിച്ചാണ് ഫലം കിട്ടുക. ആക്ഷൻ സെയിം ആയിരിക്കാം, കർമ്മം ഒന്നായിരിക്കാം, പക്ഷേ കർമ്മത്തിന് പിന്നിലുള്ള ഉദ്ദേശമാണ് കർമ്മത്തിന് ഫലം ഉളവാക്കുന്നത്. പന്ത്രണ്ടാം ശ്ലോകത്തിലെത്തുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അനിഷ്ടം ഇഷ്ടം അനിഷ്ടം ഇഷ്ടം മിഷ്ടം ച ത്രിവിധം കർമ്മണാഫലം ഭവന്തി അത്യാഗിനാം ഭവന്തി അത്യാഗിനാം പ്രേത്യ വരച്ച ശേഷം നതു സന്യാസിനാം ക്വചിത്. അപ്പോൾ ത്യാഗികൾ ഫലം ത്യാഗം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസേഫ് കൂടി ഇല്ലാത്ത ആൾക്കാർക്ക് അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അവർക്ക് ഫലം കിട്ടില്ല. ഇനി ഫലം കിട്ടിയാൽ തന്നെ ചിലപ്പോൾ ഒരു ഫലം എടുത്താൽ തന്നെ ആൾക്ക് ഡിസൈഡ് ചെയ്യാൻ, അതുകൊണ്ട് ആൾക്ക് അത് അനുഭവിക്കാൻ ആവശ്യമില്ല. അപ്പോൾ ഭഗവാൻ 3 തരത്തിലുള്ള വിധത്തിലുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് പറയുന്നത് 7-ാമത്തെ ശ്ലോകത്തിലാണ്. ഞാൻ പറയാം വിധത്തിൽപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ത്യാഗം എന്താണ് പറയുന്നത്. 7-ാം ശ്ലോകത്തിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 5-ാം ശ്ലോകത്തിൽ പറയുന്നത് യാനായി ഔക്ഷ്യം വിസ്തരിക്കാണ്. യജ്ഞദാന തപകർമ്മ ത്യാജം കാര്യമേവ ച യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. അപ്പം എന്തുകൊണ്ട് ത്യജിക്കാൻ പാടില്ല എന്നുള്ള റീസൺ ഭഗവാൻ കൊടുക്കുകയാണ്. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടതല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിശുദ്ധിയാണ് പ്രധാനം. നമ്മൾ നിത്യകർമ്മങ്ങൾ, നൈമിത്യ കർമ്മങ്ങൾ എന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നിത്യകർമ്മങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന, നൈമിത്യ കർമ്മങ്ങൾ നമ്മൾ പല ഒക്കേഷനിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഷോഡശ സംസ്കാരം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നതല്ലത്, അത് പല ഒക്കേഷനിൽ ചെയ്യുന്നതാണ്. അതേസമയം നിത്യകർമ്മങ്ങൾ പഞ്ചമഹായജ്ഞം എന്ന് പറയും. പഞ്ചമഹായജ്ഞം എന്ന് പറയുമ്പോൾ ഒന്ന് ദേവയജ്ഞ, പിന്നെ ബ്രഹ്മയജ്ഞ, അല്ലെങ്കിൽ വേദയജ്ഞ എന്ന് വേണമെങ്കിൽ പറയാം, വേദയജ്ഞ എന്ന് പറയാൻ പറ്റും. പിന്നെ പിതൃയജ്ഞ, നരയജ്ഞ, ഭൂതയജ്ഞ. ഇതെല്ലാം നമ്മൾ ഡെയിലി അന്വേഷിക്കേണ്ടതാണ്. ഇതാണ് അന്വേഷിക്കുന്ന ആൾക്കാർ നമുക്കറിയാം, അത് ഗൃഹസ്ഥരാണ് ഇവരെല്ലാം. അപ്പോൾ അവർ കർമ്മം ചെയ്യണം, അവർ കർമ്മം ചെയ്യാൻ ബാധ്യരാണ്. കർമ്മം എന്തുകൊണ്ട് ചെയ്യുന്നു? പല പല ജന്മങ്ങളുടെ കൊടാനുകൂടി ജന്മങ്ങളിലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ആ കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സിൻഫുൾ റിയാക്ഷൻസ്
അതിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ, വേദങ്ങൾ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നതുകൊണ്ടാണ്. ഇത് ചെയ്യുമ്പോൾ തന്നെ പ്യൂരിഫിക്കേഷൻ, നിത്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ വേറെ സിൻഫുൾ റിയാക്ഷൻസ് കയറി വരുന്നെങ്കിൽ വിഷ്ണു സ്മൃതിയിൽ പറയുന്നുണ്ട്, കണ്ഠനിവേശനി കൊച്ചുള്ളി ഉദകമ്പി ചമാർജനി പഞ്ചശൂനാഗ്രഹസ്യ താവി സ്വർഗം ന വിന്ദതി. 5 തരത്തിലുള്ള വയലന്റ് ആക്ഷൻസ്, ഹിംസാത്മകമായ കുറച്ച് കർമ്മങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ടാവും. ഏതൊക്കെയാണ് ചെയ്യണം? ഒന്ന് കണ്ഠനി ചെന്താണ് മോട്ടർ, നമ്മൾ ഈ ഒരല് നമ്മൾ എന്താ പറയുക, ഒലയ്ക്ക ഒരലുമേ കുത്തിയിട്ടാണ് നമ്മൾ പണ്ട് ഇതെല്ലാം. അപ്പൊ അതിൽ ഹിംസ വരുന്നുണ്ട്. കാരണം പല പ്രാണികളും പല ജീവാത്മാർക്കും കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ഹിംസ ഉണ്ടാവണം അതിൽ. പിന്നെ തിരികല്ല്, ഈ പേഷണി വെച്ച് കഴിഞ്ഞാൽ തിരികല്ല്, അതിലും ഹിംസയുണ്ട്. ചുള്ളി വെച്ച് കഴിഞ്ഞാൽ അടുപ്പ്, ഉദകമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട്, മാർജരി വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പാത്രം, വെള്ളങ്ങളൊക്കെ ഉണ്ട്. വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ എന്താ പറയുക കുറച്ച് അണുക്കളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ സാധനം നമ്മൾ ഡെയിലി നിത്യം ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതുവരെ നമ്മൾ ചിലപ്പോൾ ആക്ഷൻ ചെയ്യുമ്പോൾ അതിൽ വയലൻസ് ഹിംസ ഉണ്ടാകാം. പക്ഷെ നമ്മളിത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് പ്രധാനം. ഇത് ഇപ്പം നമുക്കറിയാം, ചൂല് എനിക്ക് പറഞ്ഞാൽ നമുക്ക് അടിച്ച് വരണം, വൃത്തിയാക്കാൻ വേണം. ഈ പറഞ്ഞ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എല്ലാം പരിസരം എല്ലാം വൃത്തിയായിരിക്കണം. പിന്നെ ഒരുക്കാനുള്ള യജ്ഞസാമഗ്രികൾ ചിലപ്പോൾ ഈ പറഞ്ഞാൽ ഒരല്, തിരികല്ല് എന്നിവ ഉപയോഗിക്കേണ്ടി വരും. പ്രസാദം ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ അതിന് അടുപ്പ് വേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ നിലയിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് പാപം ഉണ്ടാവും. പക്ഷേ ഏതിന് വേണ്ടിയിട്ടാണോ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം എന്നൊരു പൂർണ്ണമായിട്ടുള്ള ബോധത്തോടുകൂടി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കർമ്മങ്ങളിൽ കരിക്കുന്ന ഹിംസ ബാധിക്കില്ല, അല്ലെങ്കിൽ ബാധിക്കും. അപ്പോൾ 6-ാം അധ്യായത്തിൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സന്യാസി ച യോഗി ച ന ചാക്രിയ. അനാശ്രിത കർമ്മഫലം, ഫലത്തിൽ ആശ്രയിക്കാണ്ട്, കർമ്മഫലത്തിൽ ആശ്രയിക്കാണ്ട് കാര്യം കർമ്മ കരോതി, ഞാൻ ചെയ്യേണ്ടതാണ്. ഈസ് ഒബ്ലിഗേറ്ററി ഓൺ മൈ പാർട്ട്. കാരണം ഞാൻ വേദങ്ങൾ അനുസരിച്ച് പോകുന്ന ആളാണ്, വേദങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്, അത് ഞാൻ അനുഷ്ഠിക്കണം. സത്വഗുണത്തിലെ ആൾക്കാരുടെ ക്വാളിറ്റി എന്ന് പറയണം. സത്വഗുണത്തിലെ ആൾക്കാർ അത് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുഷ്ഠിക്കണം എന്ന പൂർണ്ണ ബോധത്തോടു കൂടി ചെയ്യുമ്പോൾ അയാളാണ് ശരിയായിട്ട് സന്യാസി, അയാൾ ശരിയായിട്ട് യോഗി. അല്ലാണ്ട് യജ്ഞം ചെയ്യാത്തവൻ, നിരാഗ്നി വെച്ച് കഴിഞ്ഞാൽ അഗ്നിക്ക് കൊടുക്കാത്തവൻ വെച്ച് കഴിഞ്ഞാൽ യജ്ഞം ചെയ്യാത്ത ആള്, എന്ന ചാക്രിയ കർമ്മം ചെയ്യാത്ത ആള്. അപ്പോൾ കർമ്മം ചെയ്യണം, യജ്ഞം ചെയ്യണം. അതാണ് യജ്ഞദാന തപ കർമ്മ. ഇതെല്ലാം ചെയ്യുന്നത് അത് പ്യൂരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നിത്യകർമ്മങ്ങൾ, നിയത കർമ്മങ്ങൾ, പിന്നെ നൈമിത്യ കർമ്മങ്ങൾ, ഈ പഞ്ചഷോഡശ എല്ലാം, ഇതെല്ലാം എന്തുകൊണ്ട് നമ്മൾ വിവാഹം ചെയ്യണം? വിവാഹം ചെയ്യുന്ന മനുഷ്യ മനസ്സിനെ നിയന്ത്രിച്ച ആത്മീയ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഈ ലസ്റ്റ് അല്ലെങ്കിൽ കാമുണ്ട്. ആ കാമം വളരെ നിയന്ത്രിച്ചുകൊണ്ട് എന്തുകൊണ്ട് നിയന്ത്രിക്കണം? ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയമായ ജീവിതം താറുമാറും. അതുകൊണ്ട് വിവാഹം എന്നുള്ളത് ഒരു പ്രസ്ഥാനമാണ്. വിവാഹത്തിന് വെച്ചാൽ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഈ വിവാഹം വഴി നമ്മുടെ കാമാസക്തി നിയന്ത്രിച്ചുകൊണ്ട്, ചില ആൾക്കാർ ഭയങ്കര ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ എല്ലാം പറഞ്ഞാൽ സത്വഗുണികളായിട്ട് കണക്കാക്കുന്ന ആൾക്കാർ പറയും, എനിക്ക് കല്യാണം കഴിക്കുന്ന ആഗ്രഹം, പക്ഷെ ഞാൻ കല്യാണം കഴിച്ചെന്താണ്, എൻ്റെ വയസ്സായ അച്ഛനെയും അമ്മനെ നോക്കാനായിട്ട് വേറെ ആളില്ല, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചാണ്. എനിക്ക് താല്പര്യമൊന്നുമില്ല. വളരെ ഭേദങ്ങൾ പഠിച്ചില്ല എന്ന് പറഞ്ഞു. സ്വന്തമായ അഭിപ്രായം തന്നെ. അച്ഛനമ്മയും നോക്കണമെങ്കിൽ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ആരെങ്കിലും ചോദിച്ചാൽ പോരെ അതിനു വേണ്ടി. അപ്പം ഒരു ഒഴിവാണ്. തനിക്ക് തീരെ കാമമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമില്ല. കാമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ കയറുന്നത്. ഗൃഹസ്ഥാശ്രമങ്ങൾ എന്തുകൊണ്ട് ഒരു വിവാഹം കഴിച്ച
ഗൃഹം ഉണ്ടാക്കി ഗൃഹത്തിൽ കൃഷ്ണനെ വെച്ച് പ്രതിഷ്ഠിക്കപ്പോൾ അവർക്ക് അല്ലാത്ത ആൾക്കാർ ബ്രഹ്മചാര്യം ആശ്രമം കഴിഞ്ഞാൽ നേരിട്ട് സന്യാസത്തിന് പോകാം. പക്ഷേ കൂട്ടി വെച്ച് പോകുമ്പോൾ ബ്രഹ്മചാര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം അങ്ങനെ പോകും. അപ്പൊ ഏത് ആശ്രമായാലും ശരി, ആശ്രമത്തിന് പ്രമുഖമായിട്ട് സ്ഥാനം ആർക്ക് കൊടുക്കുന്നു അതാണ് പ്രധാനം. കൃഷ്ണനാണ് പ്രധാന സ്ഥാനം. കൃഷ്ണനെ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ ഒരു കാമം ചെയ്തുകൊണ്ട് ഒരു ജീവാത്മാവിന് ഒരു മനുഷ്യജന്മം കിട്ടാനുള്ള അവസരം കൊടുക്കുകയാണ്. ധർമ്മ വിരുദ്ധഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഞാൻ തന്നെയാണ് ഭഗവാൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ എന്നാൽ മാത്രമേ ജീവാത്മാക്കൾക്ക് ഒരു മനുഷ്യജന്മം കിട്ടാനുള്ള അവസരം കിട്ടുള്ളൂ. അപ്പോൾ വിവാഹം കഴിക്കാനുള്ള ഉദ്ദേശം അതുകൂടിയാണ്. അതുകൊണ്ട് വിവാഹം എന്നുള്ള പാവനമായിട്ടുള്ള കാര്യമായിട്ടാണ് ഭഗവാനെ പാവനം. എന്തുകൊണ്ട് പാവനം പറയണോ? കാരണം മനുഷ്യരെ പാവനീകരിക്കുന്നു. അപ്പൊ സന്യാസിമാർക്ക് പോലും പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. ശില പ്രഭാതന്റെ സ്വന്തം കാര്യം ഇവിടെ പറഞ്ഞാൽ, ശില പ്രഭാത നമുക്കറിയാം അമേരിക്കയിലെത്തിയപ്പോൾ അവിടെ ഇങ്ങനത്തെ ലിവിങ് ടുഗദർ വളരെ പോപ്പുലറാണ്. എന്തിനീ വിവാഹം കഴിക്കണം? വെറുതെ ഒരു തലവേദന ഉണ്ടാക്കി വെച്ച അവസാനം തൽക്കാലം നമുക്ക് ഈ കാമാസക്തി എന്നോ അതിനുള്ള മാർഗം ഒരുമിച്ച് ജീവിക്കുക, വേണ്ടെന്ന് അവസാനിപ്പിക്കുക, വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ ലിവിങ് ടുഗദർ വെറും കാമാസക്തിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇവിടെ വേറെ യാതൊരു ഉദ്ദേശവും ഇല്ല. കാമപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ. അങ്ങനെയല്ല വിവാഹം പറഞ്ഞാൽ അങ്ങനെയല്ല. കാമപൂർത്തീകരണം അല്ല ഉദ്ദേശിക്കുന്നത്. കാമപൂർത്തി ഉണ്ട്, പക്ഷെ അത് റിലേറ്റഡ് വേ ചെയ്യണം. എന്നിട്ട് ഈ ഉദ്ദേശങ്ങൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലിവിങ് ടുഗദർ ചെയ്യുന്ന ധാരാളം യങ്സ്റ്റേഴ്സ്, ഗേൾസ് ആൻഡ് ബോയ്സ്, അവരെല്ലാം കുറേ ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാം പിടിച്ച് വിവാഹം കഴിപ്പിക്കുകയാണ്. അപ്പൊ സന്യാസി എന്നുള്ള ആരാണ്? സന്യാസി വിവാഹം കഴിക്കാത്ത ആളാണ്. ബ്രഹ്മചാരി എന്ന് നേരിട്ട് വാനപ്രസ്ഥം കഴിഞ്ഞ് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അധികവും ഈ പറഞ്ഞ ഈ ബ്രഹ്മചാരി ആശ്രമത്തിൽ നിന്ന് നേരെ സന്യാസി ആശ്രമത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അയാള് ആ വ്യക്തി വിവാഹം ഗൃഹസ്ഥാശ്രമാകാത്ത ആളാണ്. എന്നിരുന്നാൽ പോലും ഗൃഹസ്ഥാശ്രമത്തിന്റെ മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ നെസസിറ്റി, ആവശ്യകത അറിയുന്നതും പൂർണ്ണമായിട്ട് ബോധമുള്ള ആളാണ് ശരിയായിട്ട് സന്യാസിയാണ്. അപ്പോൾ അദ്ദേഹം അവരൊരിക്കലും ഈ ഗൃഹസ്ഥാശ്രമത്തിനെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ ത്യജിക്കാൻ പാടില്ല. കാര്യം മനസ്സിലാക്കി ചെയ്യണം. ഏത് ഉദ്ദേശത്തോടെയാണ് വേദങ്ങളിൽ ഈ പറഞ്ഞ യജ്ഞങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്, അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് കർമ്മഫലം നമുക്ക് ഉണ്ടാവില്ല. അതാണ് അടുത്ത ശ്ലോകം. ഏതാനി വിദു കർമാണി സംഘം തെക്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. ആസക്തിയോ ഫലോദ്ദേശ്യമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് അവർ നിറവേറ്റേണ്ടത്. ഇതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ രാമാനുചാര്യ പറഞ്ഞാൽ ആ 3 കാര്യങ്ങൾ, ബോധൃത്വം, കർത്തൃത്വം, ഏജൻസി, ഇതിന് 3ൻ്റെയും അല്ലെങ്കിൽ ആക്ഷൻ ആസ് ഇറ്റ് ഈസ് ആൻഡ് ദ കോസ് ഓഫ് ആക്ഷൻ ആൻഡ് ദ റിസൾട്ട് ഓഫ് ആക്ഷൻ, ഇത് 3ഉം ഒഴിവാക്കണം. എങ്ങനെയാണ്? വേദങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്. ഭഗവാന്റെ ആരാധനയായിട്ട് ഇത് കണക്കാക്കണം. ധാരാളം ശ്ലോകങ്ങൾ നമുക്കറിയാം. ബലദേവ് വിദ്യാഭൂഷൺ പല ശ്ലോകങ്ങളും കോട്ടിയുന്നുണ്ട്. 8ാം ശ്ലോകത്തിലെ പല ശ്ലോകങ്ങൾ കോട്ടിയുണ്ട്. ചെയ്യേണ്ട കാര്യമാണത്. എന്നിട്ട് കർമാണി പിതൃലോക, കർമ്മണ പിതൃലോക, ഒബ്ലിഗേറ്ററി ആക്ഷൻസ് വൺ ഗോസ് ടു പിതൃലോക.
ധർമ്മേണ പാപം അപ്നോതി. ഫോളോയിങ് ധർമ്മ വൺ ഇറാഡിക്കേറ്റ്സ് സിൻ. അപ്പോൾ ധർമ്മം ശരിക്കും അനുഷ്ഠിക്കുകയാണെങ്കിൽ മുൻ ജന്മങ്ങൾ ചെയ്ത പാപങ്ങൾ ഇല്ലാതെയാകും. അപ്പോൾ ഇവിടെ ശീല രാമാനുജാചാര്യ പറയുന്നുണ്ട്, അധ്യാത്മ ചേതസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ മൈൻഡ് വിച്ച് ഈസ് ഫോക്കസ്ഡ് ഓൺ ദ സെൽഫ് ബൈ നോളജ് ഓഫ് എസെൻഷ്യൽ നേച്ചർ ഓഫ് ദ സെൽഫ്. ആത്മാവിൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപം മനസ്സിലാക്കിക്കൊണ്ട് ആ ആത്മാവിലെ മനസ്സ് കേന്ദ്രീകരിക്കുന്നതാണ് ശരിയായിട്ടുള്ള അധ്യാത്മ ചേതസ എന്ന് പറയുന്നു. അത് എവിടെ ധാരാളം ടെക്സ്റ്റുകളുണ്ട്, ധാരാളം വേദങ്ങളിലെ പല ഉപനിഷത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തൈത്രീയ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ബൃഹത് ആരണ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, പിന്നെ മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. അതിന് ധാരാളം സ്മൃതിയിലും ശ്രുതിയിലും ഒക്കെ ആത്മാവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ശിലപ്രബോധനം നമ്മൾ പരിണാമത്തിൽ മുഴുവൻ അങ്ങനെയാണല്ലോ. ഏത് കർമ്മം ചെയ്യുന്നു, ദാനമായാലും ശരി, യജ്ഞമായാലും ശരി, ആത്മീയമായ ഉന്നമനം ലാക്കാക്കിയിട്ടാണ്, ലക്ഷ്യം ചെയ്തുകൊണ്ടാണ് ഈ കർമ്മം ചെയ്യേണ്ടത്. അത് ആര് ചെയ്യുന്നു, ആര് ചെയ്യാതിരിക്കുന്നു, അവിടെയാണ് ഡിവിഷൻസ് വരുന്നത്. അവിടെയാണ് സത്വഗുണം, രജോഗുണം, തമോ ഗുണം വരുന്നത്. അപ്പോൾ അടുത്തുള്ള ശ്ലോകങ്ങളിൽ ഈ പറഞ്ഞ തമോ ഗുണം, രജോ ഗുണം, സത്വഗുണമുള്ള ആക്ഷൻസ് എന്താണ് എന്ന് ഭഗവാൻ വർണ്ണിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ പ്രഭുജി. നന്ദഗോരി കൃഷ്ണ